Hi everyone, I'm Reshma PK, Assistant Professor, AML Department. So, welcome to the session on Foundations of Computing. In this module, we will explore the basic concepts of computer hardware, memory, I/O devices, buses, firmwares, and the boost process. So, let's start with a computer. What do you mean by an electronic device? Okay, what do you mean by a computer? A computer is an electronic device that converts raw data into meaningful informations. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടർ. നിങ്ങളിപ്പോൾ ഇത് നിങ്ങളുടെ സെമിസ്റ്റർ 2 ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു എൻജിനീയറിംഗ് ആണ് എന്നുണ്ടെച്ചാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ അറിയേണ്ടതാണെന്ത് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, ഹൗ ടു വർക്ക് ഓൺ ദിസ്, ഈ കാര്യങ്ങളെല്ലാം അതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബേസിക്കലി ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു FOC എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്ന ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ വരുന്ന പാർട്സ് എന്തൊക്കെയാണ്, അതായത് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാർട്സ് എന്തൊക്കെയാണ്, ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which converts raw data into meaningful data. അതായത് നമ്മൾ ഇതിനകത്തേക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോ ആയിട്ടുള്ളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു മെസ്സി ഡാറ്റ കൊടുത്തിട്ടുണ്ടെച്ചാൽ അതിനടുത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. AI ജനറേഷനാണ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇറ്റ് ആസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് കൺവേർട്സ് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ. ഡാറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സിംപ്ലി എ കമ്പ്യൂട്ടർ അതാണ് ചെയ്യുന്നത്. ഓക്കെ, ടുഡേസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിജിറ്റൽ, മീനിങ് ദേ അണ്ടർസ്റ്റുഡ് ആൻഡ് ഓൺലി 2 digits. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെച്ചാലും ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മെഷീൻ. ഓക്കെ, അതായത് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ബൈനറി ഡിജിറ്റ്സ് ആയിരിക്കും. ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അതിനകത്ത് യൂസ് ചെയ്യുന്നത് എല്ലാതും ഒരു ബൈനറി ആയിട്ടുള്ള ഡാറ്റ, ബൈനറി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ സീറോസ് ആൻഡ് വൺസ്, സീറോയും വണ്ണും. ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ 2 നമ്പേഴ്സാണ്. അതിനകത്ത് സീറോസും വൺസും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റോ ഡാറ്റ അതിനകത്തേക്ക് ഒരു ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഈ സീറോസും വൺസും മാത്രം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, older computers were analog, a range of values made data. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, അത് ഒരു അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. അനലോഗ് മീൻസ് അതൊരു റേഞ്ച് ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ യൂസ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ പല തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കമ്പ്യൂട്ടേഴ്സ് പല തരത്തിലാണ് അതിൻ്റെ യൂസ് വരുന്നത്. ഇപ്പം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള യൂസ്, ഇൻഡിവിജ്വലി യൂസ് ചെയ്യുന്നത്, ഒഫീഷ്യൽ യൂസിന് ഓഫീസേഴ്സിൽ പല ഓഫീസുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇൻ കേസ് നിങ്ങൾ കോളേജസിൽ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ് നിങ്ങളുടെ ലാബ് പർപ്പസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രികളിലൊക്കെ അവരുടെ ഓഫീസ് വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെ പല തരത്തിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സിന് പല തരത്തിലുള്ള യൂസേഴ്സ് ആണ് വരുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടും അതായത് അതിൻ്റെ യൂസേജിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്
നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ individual used desktop computers. Okay, the most common type of computer sits on the desk or floor, performs a variety of tasks. നിങ്ങൾ commonly യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതാണ്. അതിനകത്ത് എന്തായിരിക്കും, അതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസും ഉണ്ടാവും. CPU ഉണ്ടാവും, അതിനകത്ത് ഡെസ്ക്ടോപ്പ് ഇപ്പം മോണിറ്റർ ഉണ്ടാവും, കീബോർഡ്, മൗസ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോരോ ഡിവൈസസിനെ ക്ലബ് ചെയ്തിട്ടായിരിക്കും എന്താണ് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, workstations are specialized system used for graphics, scientific computing or engineering applications. Okay, workstations എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ഈ ഡെസ്ക്ടോപ്പ് പോലെ തന്നെ ഉള്ളതാണ്, പക്ഷെ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട്, ഗ്രാഫിക്സ്, അതുമാതിരി സയന്റിഫിക് കമ്പ്യൂട്ടിങ്, എഞ്ചിനീയറിംഗ്, ഹൈ ലെവൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ യൂസ് അല്ലേ വരുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻസ് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ യൂസിൽ നെക്സ്റ്റ് വരുന്നത് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പം നമ്മളെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഈ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ development in portable computers. Input is through a pen, run specialized versions of office products. എന്താണ് ചെയ്യുന്നത് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നോട്ട്ബുക്സ് ഓർ ലാപ്ടോപ്സ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് നോട്ട്ബുക്സ്, ലാപ്ടോപ്സ് എന്താണ് പോർട്ടബിൾ, ലൈറ്റ് വെയിറ്റ് ആണ്, പവർഫുൾ ആണ്. ഓക്കെ, ഡെസ്ക്ടോപ്പിനെ പോലെ തന്നെ നമ്മൾ എന്താണ് ലാപ്ടോപ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഡെസ്ക്ടോപ്പിന്റെ സെയിം എങ്കിൽ അതേ പെർഫോമൻസും തരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾക്ക് എന്താണ് ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആൾസോ. നമുക്കപ്പോൾ അത് എവിടെ നമ്മൾക്ക് കൊണ്ട് നടന്ന് യൂസ് ചെയ്യാം. നമുക്ക് എവിടെയാണോ പോകുന്നത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. വർക്ക് ചെയ്യാൻ സുഖമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം അതേപോലെ തന്നെ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ടാബ്ലറ്റ്സിൽ എന്താണ് പെൻ ബേസ്ഡ് ഇൻപുട്ട് ആൻഡ് റൺ മൊബൈൽ വേർഷൻസ് ഓഫ് ആപ്ലിക്കേഷൻസ്. അതായത് ടാബ്ലറ്റിനകത്ത് നമ്മളുടെ ഒരു മിനി ലാപ്ടോപ്പ് പോലത്തെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നമ്മുടെ ഫോണിനെക്കാട്ടിലും കുറച്ച് സൈസ് കൂടുതലും, എന്നാൽ നമ്മുടെ ലാപ്ടോപ്പിനെക്കാട്ടിലും ചെറുതുമായിട്ടുള്ള ഒരു, അതും പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ എന്താണ് പെൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഇൻപുട്സ് എല്ലാം കൊടുക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് റൺ ചെയ്യാനും പറ്റും. ഓക്കെ, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് അടുത്തത്. ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ലൈക്ക് PDAs യൂസ്ഡ് ടു ഹെൽപ്പ് വിത്ത് നോട്ട് ടേക്കിംഗ് ആൻഡ് കോണ്ടാക്ട്സ്. ഓക്കെ, ദെൻ എന്താണ് വെരി സ്മോൾ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോണിനെക്കാട്ടിലും കുറച്ച് സൈസ് കൂടുതലായിരിക്കും, എങ്കിലും നമ്മൾക്ക് എന്താണ് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. PDA മീൻസ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്. അതായത് നമ്മൾക്ക് അത് ഡിജിറ്റൽ അസസ്മെന്റ്സിന് വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് ടേക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ പറയുക, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഹോട്ടൽ മാനേജ്മെന്റിൽ അങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഇത് കാണുന്നുണ്ട്. അത് സ്മാർട്ട് ഫോണും അല്ല, എന്താണ് അത് ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്നാൽ നോട്ടും അല്ല, നോട്ട്ബുക്കും അല്ല, ലാപ്പും അല്ല. അങ്ങനെ നിങ്ങൾ അതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട്, സിമ്പിൾ ബേസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എടുക്കാം. ഓക്കെ, ഡാറ്റ ക്യാൻ സിങ്ക്രണൈസ് വിത്ത് ഡെസ്ക്ടോപ്പുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും ഇതിനകത്തുനിന്ന്. Smartphones are combination of PDA plus phone and are now the most widely used computing device worldwide. Smartphone എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ്, അത് കമ്പൈൻഡ് വേർഷൻ ആണ്. ഒരു PDA ആണ് അല്ലേ, പിന്നെന്താണ് ഫോൺ. നമ്മൾ സാധാരണ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺസിനായിട്ട് എന്താണ് ഒരു ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ അല്ലാതെ ഒരു PDA ആയിട്ട് ക്ലബ് ചെയ്യാണ്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് അത്യാവശ്യം നമ്മളുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നോട്ട്ബുക്ക് വെച്ചിട്ട് ചെയ്യുന്ന അത്യാവശ്യം ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട്
ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ ബ്രൗസ് ചെയ്യാറുണ്ട്, നമ്മളുടെ കാൽക്കുലേഷൻസ് ചെയ്യാറുണ്ട്, നോട്ട്സ് ഉണ്ട്, അതിനകത്ത് കോൾ ചെയ്യാൻ പറ്റും, എല്ലാ ഓപ്ഷൻസും ഉണ്ട് സ്മാർട്ട് ഫോണിനകത്ത് അല്ലേ. അപ്പം അങ്ങനെ ഒരു ക്ലബ്ഡ് വേർഷനാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് ഫോർ ഓർഗനൈസേഷൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെയ്ക്ക് കമ്പ്യൂട്ടർ ഫോർ പേഴ്സണൽ യൂസ് ഓർ ഇൻഡിവിജ്വൽ യൂസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫീസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഓഫീസിനകത്ത് എന്തായിരിക്കും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്ത് അങ്ങനെ കുറേ ക്ലബ് ചെയ്തിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ കുറേ സിസ്റ്റംസ്, ഇപ്പോൾ ഒരു ഓഫീസിനകത്ത് 10 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 എംപ്ലോയീസിനും ഒരുപോലെ ആക്സസ് ചെയ്യാനും അവർക്ക് ഒരേപോലെ ഡാറ്റാസ് കിട്ടാനും ഒക്കെ അങ്ങനത്തെയൊക്കെ ഒരു പർപ്പസ് ഒക്കെ ആയിരിക്കും. അതുമാതിരി ഇപ്പോൾ ഓഫീസിലെ മാനേജർക്ക് ഒരു സെപ്പറേറ്റ് സിസ്റ്റം, അതിനകത്ത് ഈ 10 പേരും ചെയ്യുന്ന വർക്കുകൾ കിട്ടണം, എന്നാൽ ഇവർ 10 പേരും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റേണലി ഷെയർ ആവരുത്, അങ്ങനത്തെയൊക്കെ പല തരം കേസുകൾ, പല സിറ്റുവേഷൻ. ഇപ്പം നിങ്ങളുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിങ്ങളുടെ ഡാറ്റ മൊത്തം എന്താണ് എല്ലാത്തിലേക്കും ഷെയർ ആവുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നെറ്റ്വർക്കിംഗ്, ഷെയറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഓരോരോ പർപ്പസ് ആയിരിക്കും, ഡിഫറെൻറ്റ് യൂസസ് ആയിരിക്കും, ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനനുസരിച്ചിട്ട് അവിടെ പലതരത്തിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലയൻറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യും, ക്ലയൻറ്റ് ഡെസ്ക്ടോപ്സും സെർവർ ഡെസ്ക്ടോപ്സ് എന്നൊക്കെ പറയും. അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റംസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക. നെറ്റ്വർക്ക് സെർവേഴ്സ്, ഇപ്പോൾ അതിൽ ഫസ്റ്റ് വന്നതാണ് സെർവർ. എന്താണ് സെർവേഴ്സ്? മാനേജ് നെറ്റ്വർക്ക് റിസോഴ്സസ് ആൻഡ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് സെർവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ പേഴ്സണൽ ലാപ്ടോപ്പ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾക്ക് സെർവർ ക്ലയൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നെറ്റ്വർക്ക് സെർവേഴ്സിൽ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ഉണ്ടാവാം, ഓൾ അതർ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അതുമാതിരി നെറ്റ്വർക്ക് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, മൾട്ടിപ്പിൾ ഷെയറിങ് അല്ലേ, റിസോഴ്സ് ഷെയറിങ് വരും. മൾട്ടിപ്പിൾ സെർവേഴ്സ് ആർ കോൾഡ് സെർവർ ഫാംസ്. അപ്പോൾ സെർവേഴ്സ്, അപ്പോൾ ഒന്നിലധികം സെർവേഴ്സ് ചിലപ്പോൾ ചില ഓർഗനൈസേഷനോ, അതാ പറഞ്ഞ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓഫൺ സിംപിൾ പവർഫുൾ ഡെസ്ക്ടോപ്പ്, ഒരു സാധാ ഒരു ഡെസ്ക്ടോപ്പിനെക്കാട്ടിലും മോർ പവർഫുൾ ആയിട്ടുള്ള, മോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പിനെ നമ്മളപ്പോൾ സെർവറായിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ സെർവറും ക്ലയൻസും തമ്മിൽ കണക്ഷൻസ് വരും, അത് നെറ്റ്വർക്ക് വഴിയും അങ്ങനെ പലതരത്തിലും. ഓക്കെ. Mainframes. Mainframe supports thousands of users simultaneously. Banks and large companies use them. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു സാധാരണ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു സെർവർ, ക്ലയൻറ്റ് അങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വലിയ ഹ്യൂജ് ഫേംസ് ആകുമ്പോൾ, ഇപ്പോൾ ബാങ്ക് പോലത്തെയൊക്കെ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആവുന്ന സമയത്ത് എന്താണ് നമ്മൾക്ക് അവിടെ ഒരു ഇഷ്ടം പോലെ അല്ലേ, ഒരുപാട് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്രയും ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെച്ചാൽ എന്ത് വേണം? അതിന് അത്രയും കപ്പാസിറ്റി ഉള്ള ഡെസ്ക്ടോപ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സെർവേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മെയിൻ ഫ്രെയിംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. യൂസ്ഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, ഹാൻഡിൽ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് ആക്സസ് ത്രൂ എ ടെർമിനൽ. ഓക്കെ. ആ ടെർമിനൽ വെച്ചിട്ട് യൂസേഴ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. Mini computers. Mini computers sit between many mainframes and desktops in terms of power. ഓക്കെ. അതായത് നമ്മളുടെ മെയിൻ ഫ്രെയിംസിൻ്റെയും ഡെസ്ക്ടോപ്സിൻ്റെയും ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾ അതിന് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത്? മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. കോൾഡ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് ഓൾസോ. അപ്പോൾ മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് എ പവർ ബിറ്റ്വീൻ മെയിൻ ഫ്രെയിം ആൻഡ് ഡെസ്ക്ടോപ്പ്, ഹാൻഡിൽ ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്? തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ അതിന്
ഈ ഒരു പ്രോസസ്സിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 100 കമ്പ്യൂട്ടേഴ്സിന് ഒരു മിനി കമ്പ്യൂട്ടർ മാനേജ് ചെയ്യുന്നു, അങ്ങനെ ഒരു 100ന് വേറൊരു 100ന് ഒരു മിനി പ്രൊജക്റ്റ്, അങ്ങനെ ഒരു 10 മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് ഈ 10 മിനി കമ്പ്യൂട്ടേഴ്സിനെ വേറൊരു മെയിൻ ഫ്രെയിം കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ദ വർക്ക് വിൽ ബി മോർ ഈസി അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ തൗസൻഡ്സ് മാറി ലാക്സ് അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു സമയത്ത് നമ്മൾ എന്താണ് ഈ മിനി കമ്പ്യൂട്ടേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാൻഡിൽ ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് യൂസ്ഡ് ഇൻ സ്മാളർ. ഇപ്പോൾ ചെറിയ സ്മാൾ ഓർഗനൈസേഷൻസിൽ ഇപ്പോൾ യൂസേഴ്സ് ഇൻ ടേംസ് ഓഫ് ഹൺഡ്രഡ്സിലാണ് വരുന്നത് വെച്ചാൽ അങ്ങനത്തെ കേസസിൽ എന്താണ് ഒരു മെയിൻ ഫ്രെയിമിനെക്കാട്ടിലും മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഒരു കോസ്റ്റും ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എല്ലാതും കുറഞ്ഞു കിട്ടും. യൂസേഴ്സ് ആക്സസ് ത്രൂ എ ടെർമിനൽ, ഇതിനകത്തും ഒരു ടെർമിനൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അടുത്തത് ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് സിമുലേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്. ഓക്കെ, അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, സൂപ്പറാണ് അല്ലേ, പവർഫുൾ ആണ്, സൂപ്പറാണ്. അപ്പോൾ മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടർ മെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇതിനെ യൂസ് ചെയ്യുന്നത് കോംപ്ലക്സ് കാൽക്കുലേഷൻസ്, അതായത് വലിയ നമ്മളെ ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻസിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതംസ് റൺ ചെയ്യുക, അങ്ങനത്തെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തന്നെ യൂസ് ചെയ്യണം. എങ്കിലാണ് അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ ഒരു ഹാൻഡ്ലിങ് നടക്കുള്ളൂ. അതേമാതിരി തൗസൻഡ്സ് എന്നൊക്കെ പോയി ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അതിനകത്ത് ഉണ്ടാവും. അപ്പം അത്രയും ഹൈ കോംപ്ലക്സിറ്റി അൽഗോരിതംസ് റൺ ചെയ്യാനൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ഫൗണ്ട് ഇൻ റിസർച്ച് ഓർഗനൈസേഷൻ. ഇപ്പം മെയിനായിട്ട് ഇങ്ങനത്തെ ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു ഡാറ്റ അതിനകത്ത് റൺ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി എന്തായിരിക്കും ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അങ്ങനെയുള്ള വലിയ ഫേംസിലേക്കാണ്, അങ്ങനത്തെ വലിയ ഒരു പ്രൊജക്റ്റിലേക്കൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സൊസൈറ്റികളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഇൻഡിവിജ്വൽ യൂസ് നോക്കി, ഓർഗനൈസേഷൻസിൻ്റെ നോക്കി. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ഫോർ സൊസൈറ്റികളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ മോർ ഇമ്പാക്റ്റ് ദാൻ എനി അതർ ഇൻവെൻഷൻ ചേഞ്ച്ഡ് വർക്ക് ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ് യൂസ്ഡ് ബൈ ഓൾ ഡെമോഗ്രാഫിക് ഗ്രൂപ്പ്സ്. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷൻ കാരണം ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ആൾക്കാരുടെ വർക്കുകൾ കൂടുതൽ ലെഷറായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ അത്രയും പ്രഷർ എടുത്ത് മാൻ പവർ എടുത്ത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷൻ കാരണം എന്താക്കിയിട്ടുണ്ട് വെച്ചാൽ മോർ ഈസി ആക്കി, അവർക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടൈം കോംപ്ലക്സിറ്റി കുറഞ്ഞു, വർക്ക് കോംപ്ലക്സിറ്റി കുറഞ്ഞു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻവെൻഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് provide information to users. Information is critical to our society. Managing information is difficult. അതായത് നമ്മൾ മാനുവലി ഒരു ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ബ്രൗസിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിനകത്തുനിന്ന് ഡാറ്റാസ് അല്ലേ, റോ ഡാറ്റ ഇൻഫർമേഷനായിട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാതും നമ്മൾക്ക് എന്തായി, കൂടുതൽ ഈസിയർ ആക്കി. മൊത്തത്തിൽ സൊസൈറ്റിയിൽ തന്നെ എല്ലാവരുടെയും വർക്കുകൾ കൂടുതൽ ഈസിയറായി. So computers at home. Many homes have multiple computers. എന്തിനിപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ മാതിരി ഓർഗനൈസേഷൻസ് വലിയ അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ടി ഇതെല്ലാം വെച്ചിട്ട് ആദ്യം ആരും ഫെമിലിയർ ആയതില്ല. അതിനുശേഷം എന്തായി, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. ആഫ്റ്റർ കൊറോണ എന്തായാലും എല്ലാ വീട്ടിലും ഇതെല്ലാതും ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. സ്മാർട്ട് ഫോൺസ് ആണെന്നുണ്ടെങ്കിലും അല്ലേ, അറ്റ്ലീസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഒന്നും ഇല്ലാത്ത വീടേ കാണില്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് എ സ്മാർട്ട് ഫോൺ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ അതായത് അതിൻ്റെ യൂസേജ് അത് എല്ലാ വീട്ടിലും ഉണ്ട്. മൾട്ടിപ്പിൾ ആൾക്കാരായി ഇപ്പം നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അതേമാതിരി തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി. മുന്നേ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ലാൻഡ് കണക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ ഹാൻഡ്ലിങ്, ഇതെല്ലാം ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ഇതിനകത്ത് എന്താണ്, ഇപ്പൊ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടും അല്ലെ. എല്ലാവരുടെ വീട്ടിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്, എല്ലാവരുടെ ഫോണിലും നെറ്റ് ഉണ്ട്, എല്ലാം ഈസി ആയിട്ട് നല്ല നമ്മളുടെ കൈത്തുമ്പിൽ ആണ്, വിരൽ തുമ്പിലാണ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പൊ നമ്മളുടെ വീട്ടിൽ ഇതെല്ലാതും യൂസേഴ്സ് എല്ലാതും കൂടി ബിസിനസ്, എന്റർടൈൻമെന്റ്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, എല്ലാറ്റിനും എല്ലാ ഒരു മേഖലകളിലും എവിടെ ഇനി ഒരിടത്ത് നിന്നില്ലാതെ എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Computer in education, computer literacy is now essential. So എന്താണ്, എല്ലാറ്റിലും ഫ്രം സ്കൂൾ ഓൺവേർഡ്സ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല. അപ്പോൾ കുട്ടികൾക്ക് വരെ തൊട്ട് മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് ഉണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം എന്തൊക്കെയാണ്. കാരണം എന്താണ്, കമ്പൽസറി ആക്കി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കമ്പ്യൂട്ടേഴ്സ് ഇൻ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ്, ചെറിയ ചെറിയ ബിസിനസ്സുകാർ വരയ്ക്കും ബില്ലടിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്റ്റോക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള അവരുടെ എല്ലാതെയും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ചെറിയ 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 ബിസിനസ്സുകാർ പോലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. ഹ്യൂജ് ഇൻഡസ്ട്രീസ് ഒബ്വിയസ്ലി അവർക്ക് എന്താണ്, ആ ഒരു യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഇൻ ഇൻഡസ്ട്രീസ് കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ആൻഡ് ഓട്ടോമേറ്റ് പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഒരു മേഖലകളിലും കമ്പ്യൂട്ടറിൻ്റെ യൂസേജ് കൂടി വരികയാണ്. കമ്പ്യൂട്ടേഴ്സ് അത്രയും ഹൈ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അൺഅവോയ്ഡബിൾ തിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടേഴ്സ്. സോ കമ്പ്യൂട്ടർ ഇൻ ഗവൺമെന്റ് സെക്ടേഴ്സ് എവിടെയൊക്കെയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ്. ഗവൺമെന്റ് യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്, ടാക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഗവൺമെന്റ് ഓഫീസേഴ്സിലും ഗവൺമെന്റ് എല്ലായിടത്തും ഇപ്പം ഇത് യൂസ് ചെയ്യുന്നത്. മുന്നേയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഗവൺമെന്റ് ഓഫീസേഴ്സിലൊന്നും കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രൈവറ്റ് സെക്ടേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സും തന്നെ കമ്പ്യൂട്ടർ വൽക്കരിച്ചു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ എല്ലാ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഓരോന്ന്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അവിടെ വരെ എന്തായി എല്ലാതും ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാം ഓൺലൈനാണ് പ്രോസസ്സ്. നമ്മൾക്ക് നമ്മളുടെ ഫോണിൽ തന്നെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു, നമുക്ക് തിരിച്ചതിനകത്തു നിന്ന് തന്നെ സർവീസസ് കിട്ടുന്നു അല്ലെ. അപ്പോൾ എല്ലാറ്റിനും എല്ലായിടത്തും കമ്പ്യൂട്ടേഴ്സാണ് ഇപ്പോൾ. അതുകൊണ്ട് എന്താണ്, സോ കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയേണ്ടതും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആയ നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ഹെൽത്ത് കെയറിൽ പിന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ റിലൈസ് ഹെവിലി ഓൺ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡയഗ്നോസിങ് ആൻഡ് ഷെഡ്യൂളിങ് ആൻഡ് സേഫ്റ്റി എവറിത്തിങ്. അപ്പോൾ പലതും നമ്മളുടെ സ്കാനിങ്, അതുമാതിരി എക്സ്റേ, പലതരത്തിലുള്ള AI ടൂൾസൊക്കെയാണ് നമ്മളുടെ പല മെഷീൻസിനകത്ത് ഹെൽത്ത് കെയറിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ഇൻവെൻഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ മെഷീൻ ലേണിങ്സ് വന്നിട്ടുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അതിലെന്താണ് നമ്മളുടെ ഡയഗ്നോസിസ് നമുക്കത് യൂസ്ഫുൾ ആണ്. എല്ലാ അക്യുറസി അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഭയങ്കര സേഫാണ്. ഇപ്പോൾ റോബോട്ടിക് സർജറി അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. അങ്ങനെ പല ഹൈ ലെവൽക്കുള്ള ഒരു ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കമ്പ്യൂട്ടർ ഇല്ലാതെ ഒന്നും പറ്റില്ല. കമ്പ്യൂട്ടറാണ് ഫസ്റ്റ് വേണ്ടത്. മേ ബി ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ AI ഒക്കെ വരുന്ന സമയത്ത് എന്താണ്, മനുഷ്യനെ മാറ്റി നിർത്തി ഫുൾ റോബോട്ടിക്സിലേക്ക് വരും എന്നൊക്കെ അങ്ങനെ ഒരു ആശങ്ക പോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല. അപ്പോൾ ഇത്രയും ഹൈ
ഇൻഫ്ലുവൻസ് ആയ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെ പാർട്സ് ഉണ്ട് കമ്പ്യൂട്ടറിനകത്ത്, എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ എന്താണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത പാർട്ടിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.